ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ ദൈവമാതാവിനും പരിശുദ്ധ തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ്റണി തോമസ്. ഞാനിവിടെ അടുത്ത് ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ B2-ൻ്റെ സാക്ഷ്യം പറയാനാണ്, ഗോയിത്തെ പാസ്സായതിൻ്റെയും പോകുന്നതിനെയും കുറിച്ചുള്ളത്. ഞാൻ 2023 മാർച്ച് മാസം +2 പാസ്സാവുകയും അതിനെ തുടർന്ന് ജർമ്മൻ പഠിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. ജർമ്മൻ പഠിക്കാൻ ഏകദേശം എനിക്ക് 1 വർഷം എടുത്തു. അതായത് പിറ്റേ വർഷം 2024 ജൂണിലാണ് എനിക്ക് അടുത്തൊരു എക്സാം എഴുതാൻ സാധിച്ചു, B2-ൻ്റെ. അതിനിടയിൽ A1 A2 അതൊക്കെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അപ്പോൾ അപ്പോഴെല്ലാം അമ്മ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നീ പഠിക്കുന്നതൊക്കെ ആയിരിക്കത്തില്ല B2 ഭയങ്കര ടഫായിരിക്കും, അതുകൊണ്ട് നീ മാതാവിനെയും പള്ളിയും ഒന്നും കൈവിടരുത്. അപ്പോൾ ഞാൻ പറയും, ഞാൻ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലോ ഏകദേശം ഒരേപോലെ തന്നെയാണ്. കാരണം വീട്ടിൽ ഇരിക്കുന്നതും മാതാവ്, പള്ളി ഇരിക്കുന്നതും മാതാവ്, ഇവിടെ ഇരിക്കുന്നതും മാതാവ്. അപ്പോൾ ഞാൻ ആരോടോ പ്രാർത്ഥിച്ചാലും കേൾക്കുന്നത് ഒരാൾ തന്നെയല്ലേ എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് തന്നെ ഞാൻ പോയി. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിലപ്പുറമായിരുന്നു B2. കാരണം എനിക്ക് കേരളത്തിൽ എവിടെയും സ്ലോട്ട് ലഭിച്ചില്ല. കിട്ടിയതാണെങ്കിൽ കൊൽക്കട്ടയിൽ. അവിടെ പോയി ഞാൻ പരീക്ഷ എഴുതി. അപ്പോഴും ഞാൻ കൃപാസനത്തിൽ തലേ ദിവസം വന്നു, പിന്നെ പോയി ജസ്റ്റ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഒരു സാധാരണ പ്രാർത്ഥിക്കുന്നവനൊക്കെ ഇവിടെ കൂട്ടുകാരനായിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. കൊൽക്കട്ട പോയി പരീക്ഷ എഴുതി. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടാണ് തിരിച്ചു വന്നത്. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഏകദേശം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ഞാൻ പാസ്സാകാതിരിക്കത്തുള്ളൂ, ബാക്കി 2 എനിക്ക് ഷുവറാന്ന് പറഞ്ഞു. പക്ഷെ കൃത്യം ഒരു 1.5 മാസം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ എഴുതിയ 3-നും ഞാൻ ഫെയിലാകുകയും ചെയ്തു. അത് ഏറ്റവും വിഷമമായത് എല്ലാത്തിനും 1 മാർക്ക് 2 മാർക്ക് എന്ന രീതിയിലാണ് ഞാൻ തോറ്റുപോയത്. ഒരു 5, 6, 8 ഒക്കെ ആണെങ്കിൽ ഞാൻ പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കും. കാരണം അത് ഞാൻ പഠിക്കാതിരുന്ന എന്ന രീതിയിലേക്ക് ഞാൻ എടുക്കും. പക്ഷേ ഇത് 1, 2 ഇതായപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമായി. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇരുന്ന് എപ്പോഴും കൊന്തയില്ലെന്നല്ലേ, പിന്നെ എന്തുകൊണ്ട് എനിക്കത് ലഭിച്ചില്ല? ഞാനന്ന് അമ്മയോട് എപ്പോഴും ദേഷ്യപ്പെടും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ പോകാൻ നേരം നീ പറഞ്ഞതല്ലേ എവിടെ ഇരുന്നാലും അമ്മ മാതാവ് ഒന്നല്ലേ എന്ന് എന്നോട് പറയും. അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് പാലിക്കുകയും കൃത്യമായിട്ട് പാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, എടാ നീ പോയി ഉടമ്പടി എടുക്കുക, അപ്പോൾ ഏകദേശമൊക്കെ ശരിയാകും, ഒരു ജീവിതത്തിലൊരു താളം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ വാക്കും പാലിച്ച് വേറൊരു കൂട്ടുകാരനുമായിട്ട് എൻ്റെ അതേപോലെ തന്നെ ജർമ്മൻ പഠിക്കുന്ന ഒരുത്തിനുമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുക്കുന്ന ക്ലാസ്സിലും അവർ കുറേ ഈ നിബന്ധനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. രാവിലെ 5:30 എണീക്കണം, നന്മ പ്രവർത്തികളൊക്കെ ചെയ്യണം, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാനത് അവിടെ ഇരുന്ന് ആലോചിച്ചു, ഈ 5:30 എണീക്കുക എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ ഉറക്കക്ഷീണമൊക്കെ കാണും. പിന്നെ ഞാൻ കിടന്ന് എണീക്കുന്നത് ഒരു 6:30 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 5:30 കൃത്യം അലാറം വെച്ച് എണീക്കുന്നത് എനിക്കൊരു തലവേദന എടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ തന്നെ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കിത് പാലിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇരിക്കുക, അല്ലാത്തവർക്ക് എഴുന്നേറ്റ് പോകാം എന്ന രീതിയിലേക്ക് ഒരു ഓപ്ഷൻ വെച്ചു. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും വിചാരിച്ചു, ഞങ്ങൾ രണ്ടും വിചാരിച്ചത് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്, എണീറ്റ് പോകാം, ഇത് പറ്റത്തില്ല, ഇനി നമ്മളിത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിട്ട് തിരിച്ച് ലഭിക്കും എന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ ഈ 3ാമത്, അതായത് ആദ്യം ഉടമ്പടി എടുത്തവൻ പറഞ്ഞു, എടാ ഞാനും ഇങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ നീ ഇത് എടുത്തു കഴിയുമ്പോൾ നിനക്ക് അത് കുഴപ്പമില്ല, നീ അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്തു, ഉടമ്പടി എടുത്ത് ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാനൊരു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കൊച്ചിയിലേക്കൊരു എക്സാമിന് വേണ്ടി. അത് പരീക്ഷ എഴുതുന്നവർക്ക് മനസ്സിലാകും, കേരളത്തിലൊരു എക്സാമിന് സ്ലോട്ട് ലഭിക്കുക എത്രത്തോളം പാടുള്ളതെന്ന് മനസ്സിലാകും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയിലുള്ള ഇതൊക്കെ കാരണം നമുക്ക് കേരളത്തിലങ്ങ് ലഭിക്കത്തില്ല മിക്കവർക്കും തന്നെ. അപ്പോൾ എനിക്ക് അമ്മ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു. കൊച്ചിയിൽ എക്സാം എഴുതി ഞാൻ സെപ്റ്റംബറിൽ തന്നെ. ആ സെപ്റ്റംബറിലും ഞാൻ ഒക്ടോബറിലും എഴുതി എക്സാം, രണ്ടിനും 2ആയിട്ട് തന്നെ എഴുതി. അപ്പോൾ ഈ ഒക്ടോബർ മാസം ഇവിടെ ജപമാല റാലി ഉണ്ടായിരുന്നു. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ജപമാല റാലി പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, നടക്കണം, പറ്റില്ല, എനിക്ക് കാല് വയ്യാതെ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൻറ്റിയും പറഞ്ഞു, എടാ നീ ഇങ്ങനെ വിചാരിക്കരുത്, നീ ഇതിന് പോകണം, നിൻ്റെ വീടിൻ്റെ അടുത്തല്ലേ, കുറച്ചങ്ങോട്ട് നടന്നാൽ പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുന്ന് അർത്തുങ്കൽ വരെ നടക്കണമെന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ല, അത്രയും ലെങ്തായിട്ട് നടക്കണമല്ലോ എന്ന് ഞാനിരുന്ന് അങ്ങനെ ഓരോ ചിന്തിച്ചപ്പം എൻ്റെ വേറൊരുത്തും കൂട്ടുകാരൻ പിന്നെയും അതുപോലെ തന്നെ വന്നു, നമുക്ക് പോകാമെന്ന് അവൻ ഇങ്ങോട്ട് ഓപ്ഷൻ വെച്ചു. അപ്പം ഞാനും വിചാരിച്ചു, എന്നാൽ 2 പേരുണ്ടല്ലോ, ജസ്റ്റ് നടന്നിട്ട് വരാമെന്ന് കരുതി ഞാൻ പോയി. പക്ഷേ ഞാൻ ആ ജപമാല റാലിയിൽ ഞാൻ സംസാരിച്ചില്ല ശരിക്കും. ഞാൻ അതിൽ കൊന്ത തന്നെ ചൊല്ലി മാതാവിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ പോയി. ജപമാല റാലി കഴിഞ്ഞപ്പോൾ എനിക്ക് വിചാരിച്ചത്രയും വേദനയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല.
ഈ റാലി കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ വിചാരിച്ചതിലപ്പുറമായിട്ട് എനിക്ക് പാസ്സാകാൻ സാധിച്ചു. 2 പരീക്ഷ ഞാൻ അങ്ങനെ പാസ്സായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ 2 പരീക്ഷ പാസ്സാക്കിയ മാതാവ് സ്വാഭാവികമായിട്ടും അടുത്ത 2 പരീക്ഷ ഒക്ടോബറിൽ തന്നെ എഴുതിയ പരീക്ഷ പാസ്സാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. ആ 2 പരീക്ഷയും എനിക്ക് ആ കൊൽക്കട്ടയിൽ എഴുതിയ അതേ സ്കോറിൽ തന്നെ ഞാൻ തോറ്റുപോവുകയും ചെയ്തു. 1-2 പിന്നെ 1-2 തന്നെ അങ്ങനെ ആകുകയും ചെയ്തു. പിന്നെ ഞാൻ എന്താ ഞാൻ പറയുക, പിന്നെ ഞാൻ ഒരുമാതിരി ഒരു ലൈഫിലേക്ക് തന്നെ പോയി. കൃത്യം മാതാവ് എന്താ ഇങ്ങനെ ചെയ്തേ എന്നൊരു തോട്ടിലേക്ക് തന്നെ പിന്നെയും പോയി. അപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉഴപ്പി, നീ 5:30 എണീറ്റില്ല, കാരുണ്യപ്രവർത്തികൾ ചെയ്തില്ല, പള്ളിയിൽ പോയില്ല, അങ്ങനെ തന്നെ ഇത് റിപ്പീറ്റായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ശല്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അമ്മയുടെ ശല്യം സഹിക്കാതെ തന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. ഈ ഡിസംബർ ജാനുവരിയിലൊന്നും സ്ലോട്ട് അങ്ങനെ കിട്ടില്ല, ഈ ഹോളിഡേ ഒക്കെ ആയത് കാരണം അങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ ഫെബ്രുവരിയിലെങ്കിലും എനിക്ക് കൊച്ചിയിലേക്ക് തന്നെ പിന്നെയും കിട്ടി. ഞാൻ അവിടെ പോയി പരീക്ഷ എഴുതുകയും 2 എണ്ണം എഴുതി. ആ കൃത്യം 2 എണ്ണം കൃത്യം 1 മാസം കഴിയുമ്പോൾ തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു. പാസ്സായി കഴിയുമ്പോൾ അടുത്ത വലിയ കടമ്പയെന്ന് പറയുന്നത് നമുക്കൊരു ഏജൻറ്റിനെ സമീപിക്കുകയും ഒരു ഷൂളിലേക്ക് നമുക്ക് ഒരു കോൺട്രാക്റ്റ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ജർമ്മൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷ പാസ്സാകുന്നതിനെക്കാട്ടി ഏറ്റവും പാടാണ് ഒരു ഇൻ്റർവ്യൂ പാസ്സായി നമ്മളെ സീറ്റ് ലഭിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് അത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഞാൻ പഠിച്ച അവിടെ തന്നെ പോയ 2 കുട്ടികൾ പോയ അതേ ഒരു ഏജൻറ്റ് ഞാൻ സമീപിക്കുകയും പേപ്പർ വർക്ക് നടത്തുകയും ചെയ്തു. പുള്ളി പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, ആഫ്റ്റർ കോൺട്രാക്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം പൈസ കൊടുക്കാവുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ പോയി. പക്ഷേ ഒരിതായിട്ട് വന്നത്, ഞാൻ സെപ്റ്റംബർ മാസത്തേക്ക് ഇന്ത്യയിലേക്കാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ജൂലൈ അവസാനത്തോടെ എനിക്ക് കോൺട്രാക്റ്റ് ലഭിക്കുകയും പക്ഷേ വിസയുടെ കാലതാമസം കാരണം എനിക്ക് വിസയ്ക്കുള്ള സ്ലോട്ട് ലഭിച്ചില്ല. കാരണം ഓഗസ്റ്റിലേക്കുള്ള ഫുൾ സ്ലോട്ടൊക്കെ ഫില്ലായി പോയത് കാരണം എനിക്ക് വിസയ്ക്കുള്ള സ്ലോട്ടും ലഭിച്ചില്ല. പിന്നെയുള്ള ഓപ്ഷൻ വന്നത് എനിക്ക് സെപ്റ്റംബർ പകുതിയോടെ വിസയ്ക്കുള്ള സ്ലോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പുള്ളിയോട് ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, നീ വേണമെങ്കിൽ ഷൂളയ്ക്ക് ഒരു മെയിൽ അയച്ചു കൊടുക്കുക, അവർ ഓക്കെ ആണെങ്കിൽ നിനക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഷൂളയ്ക്ക് മെയിൽ അയച്ചു. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചത്. അതായത് ഈ കോൺട്രാക്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം പ്രാർത്ഥിക്കാറൊന്നുമില്ല. പിന്നെ വിസ കിട്ടും, പോകാം എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് തന്നെ ഞാൻ പിന്നെയും പോയി. ഞാൻ സ്കൂളിലേക്ക് മെയിൽ അയച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, കൃത്യം 14 ദിവസം, അതായത് യൂഷ്വലി എല്ലാ ജർമ്മൻ സ്കൂളും അങ്ങനെയാണ് തരാറ്, 14 ദിവസത്തേക്ക് നിനക്ക്, അതായത് സെപ്റ്റംബർ 14-ാം തീയതിക്കുള്ളിൽ നിനക്ക് ഇവിടെ വരുന്ന രീതിയിൽ നിനക്ക് വരാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് അടുത്ത വഴി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെയും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ഞാൻ പോവുകയും ചെയ്തു. പിന്നെയും അതുപോലെ തന്നെ മാതാവിനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയും എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ലഭിക്കുക എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോഴും അമ്മച്ചി എൻ്റെ അടുത്ത് കൃത്യം ഒരു മാതാവിനെ പോലെ എൻ്റെ അമ്മച്ചി എൻ്റെ അടുത്തിരുന്ന് ഇപ്പോഴും പറയും, നീ കൊന്തയില്ലെന്നില്ല, നീ ആരെയോ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നീ എല്ലാം ചെയ്യുന്നത്, നീ നിനക്ക് വേണ്ടി ഒന്നും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഈ ആദ്യം പറഞ്ഞ ഏജൻറ്റ് തന്നെ എന്നെ പിന്നെ സമീപിക്കുകയും നിനക്ക് ഡിസംബറിലേക്ക് നിനക്കൊരു കോൺട്രാക്റ്റ് ഞാൻ തരാമെന്ന് പറയുകയും ചെയ്തു. ഏപ്രിൽ ഇൻടേക്കിലേക്കുള്ളത് 2 ഇൻടേക്കാണുള്ളത്, സെപ്റ്റംബർ ആൻഡ് ഏപ്രിലേക്കുള്ള ഇൻടേക്കിലേക്ക് കോൺട്രാക്റ്റ് നിനക്ക് ജാനുവരി 29 നീ വിസയുടെ സ്ലോട്ട് എടുത്തോ, ആ സമയത്തിനുള്ളിൽ ഞാൻ നിനക്ക് കോൺട്രാക്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ വാക്കും കേട്ട് കൃത്യം അത്യാവശ്യം നല്ല പൈസയ്ക്ക് തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ 29 പുള്ളി എനിക്ക് അയച്ചു തന്നില്ല. പിന്നെയും ഞാൻ വിഷമമായി, കാരണം എൻ്റെ മുന്നിൽ കൂടെ 2 ഇന്ത്യക്കാണ് കടന്നു പോവുക. അത് ഒരാളെ വിശ്വസിച്ചുകൊണ്ട് മാത്രം എൻ്റെ 2 ഇന്ത്യക്ക് കടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ ഇത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അറിയാം എത്ര വിഷമത്തോളം ഇരിക്കുന്നതെന്ന്. ഈ കുറേ പേര് പറയും ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി 1 വർഷത്തിനകം കയറിപ്പോയില്ലെങ്കിൽ നമുക്ക് വിസ റിജക്ഷൻ കിട്ടുമെന്ന് പറയും. അതിൻ്റെ ടെൻഷൻ ഒരു ഭാഗത്ത്, ഈ 2 ഇന്ത്യക്ക് കൺമുന്നിൽ കൂടെ കടന്നു പോകുന്ന ടെൻഷൻ വേറൊരു ഭാഗത്ത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ മിസ്സ് നിരന്തരം എന്നെ സമീപിക്കുകയും പുള്ളിക്കാരി അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ നൽകുകയും ചെയ്തു. പുള്ളിക്കാരി വഴി എനിക്കൊരു ചങ്ങനാശ്ശേരിയിലുള്ളൊരു ഏജൻസിയുടെ നമ്പർ തരികയും ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് പുള്ളി എനിക്കൊരു ഉറപ്പ് തരുന്നില്ല. ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പറയുന്നത്, നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, കാരണം എൻ്റെ കയ്യിലെ സ്ലോട്ടെല്ലാം ഫില്ലായി പോയി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, നീ വേറെ ഇത് നോക്കിക്കോ എന്നൊരു ഓപ്ഷൻ എനിക്ക് തന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് മെയ് മാസം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കോഴിക്കോടുള്ളൊരു ഏജൻസി എന്നെ സമീപിക്കുകയും ആ സമയത്ത് നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, കാരണം അതൊരു ഫേക്കാണോ അതോ ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള മെൻറ്റാലിറ്റി നമ്മൾ പോകത്തില്ല. കാരണം എത്രയും അടുത്തുള്ള ഇന്ത്യയിലേക്ക് നമ്മൾ പോവുക എന്നൊരിത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ.
അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷേ ആ ആ ഏജൻസി കൃത്യമായിട്ട് വാക്ക് പാലിച്ചില്ല. ഞാൻ എംപ്ലോയറിന് ഇൻ്റർവ്യൂ പാസ്സായി, പക്ഷേ ഷൂളയുടെ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലാകുകയും ചെയ്തു. പിന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടില്ല. ഏകദേശം 65,000 രൂപയോളം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. റീഫണ്ട് ചോദിച്ചാൽ അവർ തരത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെയും ഞാൻ ഡൗണായി പോയി, പ്രാർത്ഥിക്കത്തില്ല, അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയി. അപ്പം ഞാൻ തന്നെ ഇത്തവണ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അമ്മ എൻ്റെ അടുത്ത് പള്ളിയിൽ പോകാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ തന്നെ സ്വയമായിട്ട് തീരുമാനിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞു. ഉടമ്പടി പുതുക്കാൻ ഞാൻ പോയി കഴിഞ്ഞ് വൈകിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇത്തവണ പോകും, ഈ ആദ്യം പറഞ്ഞ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ ഏജൻറ്റ് തന്നെ നിന്നെ കൊണ്ടുപോകാൻ സഹായിക്കും, നീ പേടിക്കേണ്ട, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ കുമ്പസാരിക്കണം. ഞാനൊരു ദർശനത്തിലൂടെ കണ്ടു, നീ കുമ്പസാരക്കൂടിൻ്റെ അവിടെ ഈശോയും നിൻ്റെ തൊട്ടിപ്പുറത്തെ മാതാവും നിൽക്കുന്നതായി ഞാൻ കണ്ടു. അപ്പം നീ എന്തായാലും തീർച്ചയായിട്ടും പോയി കുമ്പസാരിക്കണം. നീ ഇത്ര നാൾ കുമ്പസാരിക്കുന്ന നിനക്ക് 5 മിനിറ്റത്തെ കുമ്പസാരമല്ല, നീ ചെയ്തു പോയ തെറ്റുകളെല്ലാം പറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ വാക്കും കേട്ടു. പിറ്റേ ദിവസം തന്നെ കുമ്പസാരിച്ചു. ആ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എന്നോട് പറഞ്ഞു, നാളെ നമുക്ക് പോയി അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ഓക്കെ, അമ്മച്ചിയുടെ ബ്ലെസ്സിങ് ഞാൻ തന്നെ മേടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബ്ലെസ്സിങ് മേടിക്കാൻ ഡ്രസ്സ് ഏകദേശം ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ചങ്ങനാശ്ശേരിയുള്ള ഏജൻറ്റ് എനിക്ക് കോൺട്രാക്റ്റ് അയച്ചു വന്നിട്ട് പറഞ്ഞു, നീ ഇത് സൈൻ ചെയ്തോ, നിനക്ക് പോകാനുള്ളതൊക്കെ ഏകദേശം ഞാൻ വഴി ശരിയാക്കിയിട്ടുണ്ട്, നീ എംപ്ലോയറിന് അതൊന്നും നോക്കണ്ട, നീ എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചതുകൊണ്ട് നീ സൈൻ ചെയ്ത് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇനി എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ, അമ്മ ഒരു ദൈവവചനം വായിച്ചു. അതിൽ കിട്ടിയത്, അമ്മയ്ക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത്, നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, ഇനിമേൽ പാപം ചെയ്യാതെ നീ പോവുക എന്നൊരു വചനഭാഗമാണ് കിട്ടിയത്. അതനുസരിച്ച് ഞാൻ അത് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കൊടുത്തു. ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു, കാശ് രൂപം ലഭിച്ചു. അത് കഴിഞ്ഞ് കൃത്യം 2-3 ദിവസത്തിനകം തന്നെ എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചു. അതിനുശേഷം 2 ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, അത് ഞാൻ പാസ്സാവുകയും ചെയ്തു. പിന്നെ കൃത്യം ജൂൺ 3-ാം തീയതിയിലേക്ക് എനിക്ക് ബാംഗ്ലൂർ VFSലേക്ക് സ്ലോട്ട് ലഭിക്കുകയും ഞാൻ വിസയ്ക്ക് പോവുകയും ചെയ്തു. വിസയ്ക്ക് പോകുമ്പോഴും എൻ്റെ കയ്യിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പാസ്സായി 1 വർഷമായി. ജർമ്മൻ ലാംഗ്വേജിന് 1 ഇയർ വാലിഡിറ്റി എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്നവരുണ്ട്, റിജക്ഷൻ കിട്ടിയവരുണ്ട്, എൻ്റെ അറിവിൽ തന്നെ റിജക്ഷൻ കിട്ടാത്തവരുണ്ട്. അപ്പം എനിക്ക് 2 റിസ്ക് ഉണ്ട് എൻ്റെ മുന്നിൽ. അതായത് ഒന്ന് വിസ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്തവണ പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് ഞാൻ പോയത്. കാരണം എനിക്ക് അറിയാമല്ലോ, ഏകദേശം ഇത്രയും 2 ഇന്ത്യക്ക് മുന്നിൽ കൂടെ കടന്നുപോയി. പിന്നെ ഒരു ഇന്ത്യക്കുള്ളത് അത് വിസ റിജക്ഷൻ്റെ പേരിൽ 1 ഇയർ വാലിഡിറ്റി ഉള്ള പേരിൽ അത് പിന്നെയും മുടങ്ങുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ജർമ്മൻ എക്സാം എഴുതണം. ഈ പിന്നെയും ജർമ്മൻ എക്സാം എഴുതുമ്പം അത് കുറേ കൂടി ടഫായിരിക്കും. എഴുതിയവർക്കറിയാം, ഓരോ മാസം കഴിയുന്തോറും അവരിതിൻ്റെ ടെസ്റ്റിൻ്റെ വാല്യൂ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഇരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, വിസയ്ക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് എല്ലാ ആഴ്ചയും ഞങ്ങൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു 6:30 ഇവിടുത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരിക്കും ഞങ്ങളിവിടെ വരുന്നത്. ഞാൻ അമ്മയും വന്നിരുന്ന് കൊന്തയിലും. അപ്പോഴും അമ്മ എന്നോട് പറയും, നീ പൊക്കോ, വിസയ്ക്ക് തന്നെ പൊക്കോ, നിനക്ക് വിസ അടിച്ച് കൈ കിട്ടും, നീ സന്തോഷത്തോടെ എൻ്റെ മുന്നിൽ വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് 1 ഇയറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ചിലവർ പറയുന്നുണ്ട് അങ്ങനെ വരും, ചിലവർ പറയുന്നു അങ്ങനെ ഇല്ല, എനിക്ക് ഏതാ വിശ്വസിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ പൊക്കോ, അമ്മ മാതാവിനെ വിശ്വസിച്ച് നീ പൊക്കോ, നീ പോകാൻ നേരം നിൻ്റെ കയ്യിൽ ഉപ്പും എണ്ണയും കരുതുക എന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ VFSൽ പോയി, കുഴപ്പങ്ങളില്ല, കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മേനെ വിളിച്ചു, അമ്മ കുഴപ്പമൊന്നുമില്ല, ഡോക്യുമെൻറ്റിന് വില ആദ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. കൃത്യം 15-ാമത്തെ ദിവസം എനിക്ക് ജർമ്മനിലേക്കുള്ള വിസ അടിച്ച് കൈ കിട്ടുകയും ചെയ്തു. അപ്പോഴും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ 1 ഇയർ ആയിട്ടുള്ളത് എങ്ങനെ എനിക്ക് കിട്ടും എന്നൊരു ടെൻഷൻ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങളിവിടെ എല്ലാ ആഴ്ചയും വന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോഴും അമ്മ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയും, നിനക്ക് ലഭിക്കും, നീ സന്തോഷത്തോടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടു. അമ്മച്ചി പറയുന്നതും കേട്ടു. പരിശുദ്ധ മാതാവിനെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും ഞാൻ ഈ കാലയളവിൽ എത്രയും ഞാൻ ജീവിച്ചത് എനിക്കല്ല, ഞാൻ പിന്നെ ജീവിച്ചത്. കൃത്യം 5:30 എണീക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ എണീറ്റില്ലെങ്കിലും അലാറം വെച്ചില്ലെങ്കിലും കൃത്യം ആ 5:30 എന്നുള്ള സമയമാകുമ്പം, അല്ലെങ്കിൽ 5:25 സമയമാകുമ്പോൾ ഞാൻ തന്നെ എണീക്കും, ഓട്ടോമാറ്റിക്കലി തന്നെ എണീക്കും. വൈകിട്ടത്തെ ജപമാല പ്രാർത്ഥനകളിൽ ഞാൻ പങ്കെടുക്കും. ഇതിൽ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ മാസം ഓഗസ്റ്റ് 1-ാം തീയതി ജർമ്മനിലേക്ക് പുറപ്പെടാൻ ദൈവമാതാവ് എനിക്ക് അനുഗ്രഹം നൽകുകയും ചെയ്തു. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ദേവാലയത്തിലേക്ക് അടുക്കാതിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് പറയും, ഞാൻ അവരുടെ ഒരുത്തനായിരുന്നു. എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ ഒരു കൂട്ടുകാരനും എൻ്റെ അമ്മച്ചിയൊക്കെ ആയിരുന്നു. അവനാണ് പറഞ്ഞത്, കൃപാസനത്തിൽ വരണം, സാക്ഷ്യം പറയണം, നീ ഉടമ്പടി എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ തിരിച്ചതും
അത് ഈ പറഞ്ഞ കൂട്ടുകാരും എൻ്റെ കൂടെ ജർമ്മൻ പഠിക്കുന്നവർ തന്നെയാണോ, അവരും എക്സാം പാസ്സാകാതെ ഇങ്ങനെ ഇരിക്കുന്നവരാണ്. ഞാൻ അവരോട് ഇത് തന്നെ പറഞ്ഞു, എടാ നീ പോയി എടുക്കൂ, ഉടമ്പടി എടുക്കൂ, നിനക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ ദൈവത്തെങ്കിലും കൂടുതൽ അടുക്കുമെങ്കിലും പറയുകയും ചെയ്തു. അവരാദ്യം ഇതൊന്നും കേട്ടില്ല, ആസ് യൂഷ്വൽ ആരും കേൾക്കത്തില്ല, ഞാനാണെങ്കിലും കേൾക്കില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം എന്ന് തന്നെ പറയട്ടെ, അവർ ഞാൻ പറഞ്ഞ 2-ാമത്തെ ആഴ്ച ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കൃപാസനത്തിലെ പത്രം വീടുകളിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. എനിക്കതൊരു വലിയ ഒരു നാണക്കേട് പോലെ ആയിരുന്നു. ഇതൊക്കെ കൊണ്ട് കൊടുക്കണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന രീതിയിലേക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. കാരണം അപ്പുറത്തെ വീടുകളിലൊക്കെ പോകുന്നതിലല്ല, ഈ പത്രം കൊടുക്കുന്നതിൽ എന്തിതാന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ദൈവത്തെ പിന്നെയും പരീക്ഷിക്കുവാണോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ മൂന്നാമതൊന്നും ചിന്തിച്ചില്ല, കൊടുത്തു. പിന്നെ ദേവാലയത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവരെ അവർ പറയുകയും ഞാൻ അതെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ദേവാലയത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ രോഗി സന്ദർശനം നടത്തുകയും ഞാൻ കുറച്ച് നാൾ വീട്ടിൽ തന്നെ ആയിരുന്നത് കാരണം ആകെപ്പാടെ മൂഡൗട്ടായത് കാരണം അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ രോഗികളെയൊക്കെ സന്ദർശിക്കണം, അതൊക്കെ കാരുണ്യ പ്രവർത്തികളുടെ ഒരു തുടർച്ചയാണെന്ന് പറയുകയും ചെയ്തതിനാൽ ഞാൻ എൻ്റെ അറിവുള്ളൊരു ആൻറ്റിയുമായിട്ട്, പുള്ളിക്കാരി പാലിയേറ്റീവ് കെയറിലാണ്. അപ്പം ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ പുള്ളിക്കാരിയിട്ട് തന്നെ പോയി പാലിയേറ്റീവ് കെയറിലൊക്കെ പോവുകയും അവരോട് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ, അതായത് ഡ്രസ്സിങ്, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഇതിനെല്ലാം നന്ദി പറയേണ്ടത് പരിശുദ്ധ കന്യകാമാതാവിനോടും തിരുക്കുമാരനോടും മാത്രമാണ്. കാരണം ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു, പക്ഷേ ഇപ്പം എങ്ങനെ ജീവിക്കുന്നത് രണ്ടും രണ്ടാണ്. അപ്പം ഇതിന് ഞാൻ പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 91 അധ്യായം 10 വാക്യങ്ങൾ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആൻ്റണി തോമസ് തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ആൻ്റണി തോമസിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഉടമ്പടിയോട് എപ്രകാരം ചേർന്ന് നിൽക്കണമെന്നും, അതുപോലെ തന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കതിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയോടു കൂടിയാണ് ഉടമ്പടിയിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. കാരണം അത് പ്രാർത്ഥിക്കണോ വേണ്ടയോ, അതോടൊപ്പം തന്നെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഓരോ മാതാവിനോട് തന്നെയുള്ള ഒരു ചിന്താഗതിയുടെ കൂടെയാണ് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിലേക്ക് തന്നെ കൂടുതലായിട്ട് അടുപ്പിക്കുകയായിരുന്നു. കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുക്കുവാനും തൻ്റെ തന്നെ മെറിറ്റിൽ ആശ്രയിക്കാതെ കണ്ട് പരിശുദ്ധ നൽകുന്ന കൃപയിലേക്ക് ആശ്രയിക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ മകൻ കടന്നു വരികയൊക്കെ ചെയ്തു. തുടർന്നാണെങ്കിലും ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് ചെയ്യുമ്പോഴും, പക്ഷേ തൻ്റെ തന്നെ ജീവിതത്തിൽ താൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ അത് കുറവ് സംഭവിക്കുമ്പോഴും അത് പൂർണ്ണമായിട്ടും തടസ്സങ്ങളിലൂടെ ആണെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും പരിശുദ്ധ അമ്മ അത് നേടിക്കൊടുക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് ഈ മകനെ പൂർണ്ണമായിട്ടും എത്തിക്കുക എന്ന് തന്നെയായിരുന്നു. കാരണം പരീക്ഷയിൽ 1-2 മാർക്കിന് ഫെയിലാകുമ്പോഴത്തേക്കുമാണെങ്കിലും, വിസ സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും, അത് ഏജൻറ്റ് കണ്ടുമുട്ടുമ്പോഴാണെങ്കിലും, പല വിധത്തിലുള്ള തടസ്സങ്ങൾ കടന്നു വരുമ്പോഴും അത് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് കൂടുതൽ ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ടായിരുന്നു ഈ മകനെ കൂടുതലായിട്ട് ഒരുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫലമാണ് പൂർണ്ണമായിട്ട് പ്രതിസന്ധികളുണ്ടാകുമ്പോഴും അതിനെ കൂടുതലായിട്ട് തരണം ചെയ്യുവാനായിട്ടും തൻ്റെ തന്നെ ജീവിതത്തെ കുമ്പസാരിച്ചൊരുങ്ങിയിട്ടാണെങ്കിലും പൂർണ്ണമായിട്ടൊരു ഒരുക്കത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ അർത്താനയ്ക്ക് മുമ്പിൽ ഈ മകനെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഉടമ്പടിയിലൂടെ ഈ മകനെ പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും കൂടുതലായിട്ട് ആവശ്യമുണ്ട് എന്നുള്ള മനസ്സിലാക്കി തരികയാണ് ഈ ഒരു സാക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ മകൻ്റെ സാക്ഷ്യം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഒരു ദൈവികാശ്രയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ മകനെ പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ അനുഗ്രഹിക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് പോകാനുള്ള കടമ്പകൾ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും അത് തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ആത്മീയ ബലം ഈ മകനെ നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള ഈ മകൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷണ സാക്ഷികളായിട്ട് ഇനിയും മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷണ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തട്ടെ എന്നും നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.